ഇത് നമുക്ക് പോളി മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഇത് വർക്ക് ചെയ്യണില്ല. നമുക്കതൊന്ന് പൊളിച്ച് നോക്കാം, ഒന്ന് അയച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ സ്ഥിതിഗതികളെന്ന്. ഇത്തരത്തിലുള്ള ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ പ്ലസ്സും മൈനസും ആയിട്ട് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ബോർഡെല്ലാം ക്ലിയറുള്ള ബോർഡാണ്. ഇത് 12 വോൾട്ട് DC-ക്ക് കൊടുക്കുകയാണ്. ഇവിടെയാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. കമ്പനീനെ ഇതിലൊരു ബാറ്ററിമൊക്കൊരു വയർ കൊടുത്തിട്ടുണ്ട്. ഇത് 12 വോൾട്ടിന് ചാർജ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ലിഥിയം അയൺ ബാറ്ററിയാണ് 12 വോൾട്ടിൻ്റെ. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ചാർജിങ്ങിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല. ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒന്ന് ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് C ടൈപ്പാണ്. C ടൈപ്പ് കുറച്ച് വില കൂടുതൽ, 10-20 റുപ്യേൻ്റെ മാറ്റം ഉണ്ടാവും ചാർജിങ് മൊഡ്യൂളിന്. മൈക്രോ ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ ഒരു ഹോൾസെയിലിട്ട് ഇതിവിടെ നല്ലപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വയറും ബാറ്ററിയും വന്ന കമ്പനി കൊടുത്തത് ഒരു പിന്നുണ്ട്. അതിനൊക്കെ തന്നെ നേരിട്ട് ഇതിങ്ങനെ കൂട്ടി പിരിച്ചിട്ട് നമ്മൾ ബാറ്ററിമ സോൾഡർ ചെയ്താൽ മതി. നമ്മൾ മൊഡ്യൂളിൽ നിന്നൊരു 2 വയർ സോൾഡർ ചെയ്തിട്ട് അത് വയറുമ്മ കൂട്ടി ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് ഉറപ്പിച്ചിട്ട് ബാറ്ററിയിൽ കൊടുക്കുക. ബാറ്ററീൻ്റെ പ്ലസ്സിന്ന് ഇതിൻ്റെ പ്ലസ്സിന്ന് ഇതിൻ്റെ B1 ഇവിടെ B+B- എഴുതിയിട്ടുണ്ടോ. അതിനാണ് നമ്മൾ ഇതിന് കണക്ട് ചെയ്യേണ്ടത്. വേറെ ഒന്നുമില്ലല്ലോ. അത് കണക്ട് ചെയ്താൽ മതി. ഇതിങ്ങനെ സോൾഡർ ചെയ്താൽ പെട്ടെന്ന് നമ്മൾ ബാറ്ററിമ സോൾഡർ ചെയ്യാൻ സാധിക്കും. ഇതിങ്ങനെ വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ സോൾഡർ ചെയ്യണം. ഇവിടെ മൈനസിൽ സോൾഡർ ചെയ്തു, ഇവിടെ പ്ലസ്സിൽ സോൾഡർ ചെയ്തു. ഇനി ഇതിവിടെ നമുക്ക് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് നല്ലപോലെ ഉറപ്പിക്കാം. ശരിക്കും ഇപ്പോൾ അത് ഈ ബോർഡ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ബാറ്ററി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇതിൻ്റെ കമ്പനീനെ ഇതിലൂടെ ഒരു വയർ കൊടുത്തിട്ടുണ്ട്. ആ വയർ നമുക്ക് നമ്മൾ ബാറ്ററീൻ്റെ കണക്ഷൻ കൊടുത്താൽ മതി. ബാറ്ററീൻ്റെ കണക്ഷൻ നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്നുള്ള വയർ കൊടുത്താൽ മതി.
അയക്കേണ്ട കാര്യമില്ല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിടാം എന്ന് വിചാരിച്ചിട്ടാണ് അയച്ചത്. ഇതിൻ്റെ ബോർഡിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല, നല്ല ക്ലിയറാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ബാറ്ററി ചാർജിങ് ഇതിപ്പോൾ ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ബാറ്ററി മാറ്റി വെച്ചതാണല്ലോ. ഇതിലൊരു കട്ട ബാറ്ററി ഉണ്ടാവുക 4 വോൾട്ടിൻ്റെ. ഇത് 3.7 വോൾട്ടാണ്. എന്നാൽ പോലും ഇതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മൾ കൂടുതലായിട്ടും ഈ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് തന്നെ ഇത് ചാർജ് ആക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു ചിലപ്പോൾ വോൾട്ട് കൂടുതലാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എത്ര വോൾട്ട് വരുന്നുണ്ട്. ഇത് DC 12 വോൾട്ടിനും ചാർജ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ വയറിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണില്ല. എന്നാൽ ഇത് നമ്മളെ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലൈറ്റ് എത്തുന്നുണ്ട്, ചാർജിങ് നടക്കുന്നുണ്ട്. ഇനി ഇവിടെ എത്ര വോൾട്ട് ആണ് ഇതിൽ വരേണ്ടത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബാറ്ററി ഇപ്പോൾ ഇത് ചാർജ് തീരെ കുറവാണ്, 3.32. അതേപോലെ ഇത് 3.3 വോൾട്ടേ ഉള്ളൂ ചാർജ്. ഇനി നമുക്ക് ഈ 12 വോൾട്ട് കുത്തിയിട്ട് നോക്കാം എത്ര വോൾട്ട് വരുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ 12 വോൾട്ട് ഇതിൽ കണക്ട് ചെയ്ത് ഇവിടെ ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. ചാർജിങ് നടന്നുകൊണ്ടിരിക്കുക, 3.36 അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേണ്ടത്, ഞാൻ ഇത് ചാർജിങ്ങിലിടാൻ പോവുകയാണ് നമ്മളെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച്. ഇത് നമുക്ക് ഊരി വയ്ക്കാം, അത് വേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചാർജർ ഉപയോഗിച്ചാണ് നമ്മളത് ചാർജ് ചെയ്യാൻ പോകുന്നത്. പ്ലഗ് ചെയ്തു. ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കിക്കേ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ കമൻറ്റ് ഇടുക. ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വയർ കൊടുത്തിട്ട് ഇപ്പോൾ ഇതിൽ ചുവപ്പ് ലൈറ്റാണ് കത്തുന്നത്. ഇനി ഇത് ഫുൾ ചാർജ് ആകുമ്പോൾ അത് ബ്ലൂ ആയി മാറും, നീല ലൈറ്റ് ആവും. നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓഫാക്കിയാൽ തന്നെ അതിൽ നീല ലൈറ്റ് കത്തുന്നത് കാണാം. ഓഫാക്കി നോക്കാം. ഇതാണ്, കത്തിക്കെട്ട് പോയി. ഇപ്പോൾ സ്വിച്ച് ഇട്ടു. ഇനി ഇത് ഫുൾ ചാർജ് ആയതിൻ്റെ ശേഷം നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫുൾ ചാർജ് ആയിട്ടുണ്ട്, ബ്ലൂ ലൈറ്റ് കത്തി. നമുക്ക് സ്വിച്ച് ഓഫ് ആക്കാം. അപ്പോൾ ഇനി ഇതിൽ എത്ര വോൾട്ട് ചാർജ് ആയിക്കണമെന്ന് നോക്കാം. നാല് 4.8 എല്ലാം ചാർജ് ആയിട്ടുണ്ട് ബാറ്ററി. ഇതുപോലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കും. നല്ലപോലെ കത്തുന്നുണ്ട്. ഇനി ഇപ്പോൾ ഒരു ട്യൂബേ കത്തുന്നുള്ളൂ, മറ്റേ ട്യൂബും കത്തിച്ച് നോക്കാം. രണ്ടും കത്തി നല്ല പ്രകാശമുണ്ട്.
കുഴപ്പമൊന്നുമില്ല.